നിങ്ങൾക്ക് ഈ ഒരു 6 കാര്യങ്ങൾ അറിയാമെങ്കിൽ ഈസി ആയിട്ടൊരു പ്രോഗ്രാം ലാംഗ്വേജ് പഠിക്കാനും പറ്റും, ഏതൊരു പ്രോഗ്രാം ലാംഗ്വേജ് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്വിച്ച് ചെയ്യാനും പറ്റും. സോ ഏതൊക്കെയാണെന്ന് പറയാം. സോ ഒന്നാമത്തേന്ന് പറഞ്ഞാൽ വേരിയബിൾസ് ആണ്. സോ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാനും അത് ഇനിഷ്യലൈസ് ചെയ്യാനും അത് യൂസ് ചെയ്യാനും നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചിരിക്കുക. ഇനി രണ്ടാമത്തെയാണ് ഡേറ്റ ടൈപ്സ്. എന്താണ് ഒരു ഡേറ്റ ടൈപ്പ്? ഓരോ ഡേറ്റ ടൈപ്സ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്? ഫോർ എക്സാമ്പിൾ ഇൻറ്റ്, ഫ്ലോട്ട് അതൊക്കെ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അറേസ് ഒക്കെ ഏത് സാഹചര്യത്തിലാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചിരിക്കുക. ഇനി മൂന്നാമത്തെയാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇഫ്, സ്വിച്ച് പോലുള്ളവയാണ് നമ്മൾ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഒരു പ്രോഗ്രാമിൻ്റെ ഫ്ലോയെ ഡിറ്റർമൈൻ ചെയ്യുന്നത് അതിൻ്റെ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും. അത് കറക്റ്റായിട്ടും യൂസ് ചെയ്യാനും ഇംപ്ലിമെൻറ്റ് ചെയ്യാനും നിങ്ങൾ പഠിച്ചിരിക്കുക. സോ അപ്പോൾ നാലാമത്തെയാണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ലൂപ്സ് എന്ന് പറയുന്നത്. സോ ബിഗിനേഴ്സിന് ലൂപ്സ് ഒക്കെ ആദ്യം ഇച്ചിരി ടഫായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിന് ഒരു ലൂപ്പ് യൂസ് ചെയ്യുന്നു, എന്താണ് അതിൻ്റെ യൂസ് കേസ്, അതായത് എന്തുകൊണ്ടാണ് നമ്മൾ ലൂപ്സ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ ആദ്യം പഠിക്കുക. അതിനുശേഷം ഓരോ ടൈപ്പ് ഓഫ് ലൂപ്സ് എങ്ങനെ, എപ്പോൾ, എന്തിന് യൂസ് ചെയ്യുന്നു എന്ന് പഠിക്കുക. ഫോർ എക്സാമ്പിൾ ഫോർ ആണെങ്കിൽ എന്തിന് യൂസ് ചെയ്യുന്നു, വൈൽ അതുപോലെ തന്നെ ഡു വൈൽ എന്തിന് യൂസ് ചെയ്യുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക. മോർ ഓവർ അതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് പഠിക്കുക ലൂപ്പിങ്ങിൻ്റെ. ഇനി അഞ്ചാമതായിട്ട് വരുന്നതാണ് ഫങ്ഷൻസ്. ഫങ്ഷൻസ് ഇച്ചിരിയും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ് ഫോർ ബിഗിനേഴ്സ്. അപ്പം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫങ്ഷൻ്റെ യൂസ് എന്താണ്, അതുപോലെ തന്നെ എപ്പം ഏത് ടൈപ്പ് ഓഫ് ഫങ്ഷൻ യൂസ് ചെയ്യണമെന്ന് നിങ്ങൾ പഠിക്കുക. അപ്പം ഇനി നമ്മൾ ആറാമതായി വരുന്നതാണ് സിൻറ്റാക്സ് എന്ന് പറഞ്ഞത്. ഈ സിൻറ്റാക്സ് ആണ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് ഓരോ സിൻറ്റാക്സ് ആയിരിക്കും. സോ ഇപ്പോൾ മേളിൽ പറഞ്ഞ 5 കാര്യങ്ങളുടെയും കൺസെപ്റ്റ്സ് നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിൻറ്റാക്സ് ഈസി ആയിട്ട് പഠിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്